ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിൽ മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ എത്തി എന്നുള്ളൊരു വിവരം. മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാണ് കുടുംബം സെക്രട്ടേറിയറ്റിൽ എത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബം സെക്രട്ടേറിയറ്റിൽ എത്തിയെന്നു അറിയുന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എപ്പോഴാണ്? CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആവശ്യം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കുടുംബം. ഇങ്ങനെയൊരു CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇപ്പോഴുള്ള അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് തന്നെയാണോ ഇവരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പ്രതികരണം? തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കൃത്യമായ രീതിയിലല്ല നടക്കുന്നതെന്നുള്ള ആരോപണം കുറച്ച് ദിവസങ്ങളിലായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നതിനിടെയാണ് കുടുംബവും ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയെ ഉടൻ തന്നെ കാണും. 11 മണിയോടെ തന്നെ മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. ഏതായാലും സിദ്ധാർത്ഥന്റെ അച്ഛനും ഒരു ബന്ധുവുമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിനുശേഷമായിരിക്കും ഇനി പ്രതികരണം ഉണ്ടാകുക. ഏതായാലും മുഖ്യമന്ത്രി കണ്ടതിന് ശേഷമായിരിക്കും പ്രതികരിക്കുക. ഏതായാലും ഈ ഒരു വിഷയത്തിൽ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് CBI അന്വേഷിക്കണം എന്ന് തന്നെയാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇപ്പോൾ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് വ്യക്തമാകുന്നുണ്ട് SFI അടക്കമുള്ള സംഘടനയിലെ പ്രതികളാണ്, അതുമായി ബന്ധപ്പെട്ട പ്രതികളാണ് ഈ കേസിലുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ സംരക്ഷിക്കുന്നതിനുള്ള പരാതികൾ ഉയരുന്നുണ്ട്. പല വിധത്തിലും പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് ആദ്യഘട്ടത്തിൽ നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇവരെ സഹായിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നിരുന്നു. മാത്രമല്ല കോളേജ് അധികൃതരും അതോടൊപ്പം കോളേജ് ഡീനും അസിസ്റ്റന്റ് വാർഡനടക്കമുള്ളവരും പ്രതികളെ പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും BJP അടക്കമുള്ള സംഘടനകളും നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുടുംബം ഈ ഒരു ആവശ്യവുമായി മുഖ്യമന്ത്രിയെ കാണാൻ എത്തുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ കാണും. 11 മണിയോടെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമായിരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഏതായാലും CBI അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. വിഷ്ണു, ഈ കേസിൽ പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ് നീങ്ങുന്നത്? നമുക്കറിയാം, കേരളത്തിൽ ഞെട്ടിച്ച ഒരു കൊലപാതകം, റാഗിങ്ങിൽ ഒരു വിദ്യാർത്ഥി ഇത്രയും അധികം ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്നുള്ള വെളിപ്പെടുത്തലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പഴുതടച്ച ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്. നിലവിലിപ്പോൾ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും പ്രതികളെ കണ്ടെത്തിയെങ്കിലും പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അത് പോലീസ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും അതേസമയം ഡീനിനെതിരെയും കേസെടുക്കണം. കോളേജ് ഡീനും അതോടൊപ്പം യൂണിവേഴ്സിറ്റി അധികൃതർക്കെതിരെയും നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം ഈ മരണം ഒരു കൊലപാതകം എന്നുള്ള സംശയത്തിലുള്ള പ്രതികരണങ്ങളും ഉയർന്നു വരുന്നു. ഈ ഘട്ടത്തിൽ കേസ് അത്തരത്തിൽ പോകുന്നില്ലെന്നും തൃപ്തികരമായ രീതിയിലല്ല കേസ് നടക്കുന്നതെന്നുള്ള ആരോപണമാണ് ഉയർന്നു നിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സിദ്ധാർത്ഥന്റെ കുടുംബം മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനായി സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടുണ്ട്. മകന്റെ മരണം CBI അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ നൽകിയത്.